നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ഏറ്റവും പുതിയൊരു വാർത്തയുമായി ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയാണ്. നമസ്കാരം പ്രശാന്ത്. പശ്ചിമ ബംഗാളിൽ രവീന്ദ്ര ബോസ് എന്ന നിയമസഭാ സ്പീക്കറുടെ തീരുമാനത്തിൽ ഇടപെടാൻ കൽക്കട്ട ഹൈക്കോടതി വീണ്ടും വിസമ്മതിച്ചിരിക്കുന്നു അല്ലേ? ശോഭൻദേവ് ചതോപാധ്യായാണ് തങ്ങളുടെ തൃണമൂൽ കോൺഗ്രസിൻ്റെ അവിടുത്തെ പാർലമെൻ്ററി പാർട്ടി നേതാവും പ്രതിപക്ഷ നേതാവും ഒക്കെ ഇന്ന് മമതാ ബാനർജി ഒരു തീരുമാനമെടുത്തു. MLA-മാരിൽ ഭൂരിപക്ഷവും ഋതുപ്രതാപ് ബാനർജിക്കൊപ്പമായിരുന്നു അല്ലേ? അതെ. പക്ഷേ അത് മമതയ്ക്ക് സ്വീകാര്യമല്ല. മമതയെ വേണ്ടെന്ന് ഇവർ പറയുന്നു, ഋതുപ്രതയെ വേണ്ടെന്ന് മമത പറയുന്നു. ഒടുവിൽ ശോഭൻദേവ് ചതോപാധ്യായ അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാക്കാൻ മമത തീരുമാനിക്കുന്നു. പക്ഷേ സ്പീക്കറുടെ തീരുമാനം, അതെ, ബംഗാൾ നിയമസഭാ സ്പീക്കറുടെ തീരുമാനം എന്തായാലും ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായി അവരോധിക്കാൻ തന്നെയാണ്. ഇതിലിടപെടാൻ കാരണം നമുക്ക് മുൻ കീഴ്വഴക്കം ഉള്ളതല്ലേ? കാരണം ഇങ്ങനെയൊരു അപ്പോൾ ഡൽഹിയിലായാലും നമ്മുടെ സുപ്രീം കോടതിയായാലും വിവിധ ഹൈക്കോടതികളായാലും കോടതികളായാലും അതത് സംസ്ഥാനങ്ങളിലെ അല്ലെങ്കിൽ കേന്ദ്രത്തിലെ നിയമസഭാ ലോക്സഭാ സ്പീക്കർമാരുടെ നിലപാടുകളിൽ എല്ലാം ജുഡീഷ്യൽ പവറുകളാണ്. ആ സഭാ നടപടികളിൽ ഇടപെടാൻ കോടതികളൊന്നും ഇടപെടില്ല. അല്ലെങ്കിൽ അത്രത്തോളം സെൻസിറ്റീവായ അത്രത്തോളം കോടതിക്ക് ഇടപെടാൻ വകുപ്പ് വേണം. ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങളാണെങ്കിലേ കോടതി ഇടപെടും. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, മമത കൽക്കട്ട ഹൈക്കോടതിയിൽ പോയി സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് ഋതുപ്രതാപ് ബാനർജിയെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചത് എങ്ങനെ? ഞങ്ങളുടെ പാർട്ടി നേതാവ് ഇതല്ല, ഞങ്ങൾ ഇന്ന ആളിനെയാണ് തിരഞ്ഞെടുത്തത്, ചതോപാധ്യായ ആണ് ഞങ്ങളുടെ ശോഭൻദേവ് ചതോപാധ്യായ ആണ് ഞങ്ങളുടെ നേതാവ്, ഞങ്ങൾ തീരുമാനിച്ചത് ഇദ്ദേഹത്തെയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവായിട്ട് വെക്കണം. സ്പീക്കർ അതിന് തയ്യാറായില്ല. സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തു. സ്പീക്കർ ഋതുപ്രതാപ് ബാനർജിയെ വെച്ചു. അതിന് കാരണം 59 MLA-മാരുടെ പിന്തുണ ഋതുപ്രതാപ് ബാനർജിക്കുണ്ട്. MLA-മാർ നേരിട്ട് സ്പീക്കറിനെ കണ്ട് ഈ കാര്യം ബോധ്യപ്പെടുത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ഋതുപ്രതയെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചത്. അത് ചോദ്യം ചെയ്ത്, ആ നടപടിയെ ചോദ്യം ചെയ്താണ് മമത ഹൈക്കോടതി പോയത്. പക്ഷെ ഹൈക്കോടതി സ്റ്റേ കൊടുത്തില്ല. വിഷയത്തിൽ അങ്ങനെ സ്റ്റേ തരാൻ കഴിയില്ല. കേസ് നമുക്ക് വിശദമായിട്ട് വാദം കേൾക്കാം, അത് മറ്റൊരു വിഷയം. പക്ഷേ നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് തോന്നുന്നു വാദം കേൾക്കാൻ ഹൈക്കോടതി ഇല്ല, കേസ് വാദം കേൾക്കും. ജസ്റ്റിസ് കൃഷ്ണറാവു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച്. ആ സിംഗിൾ ബെഞ്ചാണ്. ഇനിയിപ്പം മമത ഉടനെ ഡിവിഷൻ ബെഞ്ചിൽ പോകും. അപ്പോൾ ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ശരിവെച്ചാൽ മമത സുപ്രീം കോടതിയിൽ പോകും. അങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. സുപ്രീം കോടതി ഇനി അവിടെ നിന്ന് തള്ളിവിട്ടാൽ അടുത്ത രാഷ്ട്രപതിയുടെ അടുത്ത് പോകും. ഇതൊക്കെ ചെയ്യും മമത. തിരിച്ചു വരുമ്പോൾ ശോഭൻദേവ് ചതോപാധ്യായ പോലും ഇനി അങ്ങോട്ടേക്ക് ഞാൻ അതാണ് പറയാൻ വന്നത്. തിരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് മമത പിന്നെ തിരിച്ച് ബംഗാളിൽ കൊൽക്കട്ടയിൽ എത്തുമ്പോൾ ഈ ശോഭൻദേവ് ചതോപാധ്യായ നേരെ BJP ചേർന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ NCPI-യിൽ ചേർന്നിട്ടുണ്ടോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഋതുപ്രതാപ് ബാനർജിക്ക് ഒപ്പം പോകാനും മതി. അതെ, എന്തായാലും മമതയ്ക്ക് ഡൽഹിയിൽ പോയാൽ രണ്ടുണ്ട് കാര്യങ്ങൾ. ഒന്ന് സോണിയാഗാന്ധിയെ കാണാം, രണ്ട് അവിടുത്തെ സുപ്രീം കോടതിയിൽ പോയി ഒന്ന് വേണമെങ്കിൽ ഒന്ന് വാദിക്കാം. അതായത് മെയ് 6-നാണ് തെരഞ്ഞെടുപ്പ് ഫലം 4-ന് വന്നു. മെയ് 6-നാണ് തൃണമൂൽ MLA-മാരുടെ യോഗം ശോഭൻദേവ് ചതോപാധ്യായെ തിരഞ്ഞെടുത്തതായിട്ട് പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ചത്, ഏകകണ്ഠമായി തീരുമാനിച്ചത് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ പാർട്ടിയിലെ വിമത നീക്കം വളരെ ശക്തമായി. 80 TMC MLA-മാരുണ്ട്. അതിൽ 59 പേര് ഋതുപ്രതാപ് ബാനർജിക്ക് പിന്തുണ കൊടുത്ത കത്തല്ലേ ഒരു വ്യാജ കത്താണെന്ന് പറഞ്ഞു. അതെ, ഋതുപ്രതാപ് ബാനർജിയും സാഹുവും ഒപ്പിട്ട 2 MLA-മാരാണ്. അവർ രംഗത്ത് വന്നു. സന്ദീപ് സാഹു പറഞ്ഞത് ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല. ഋതുപ്രതാപ് ബാനർജി പറഞ്ഞു ഞാൻ ഒപ്പിട്ടിട്ടില്ല. പിന്നെ എൻ്റെ ഒപ്പ് എങ്ങനെ വന്നു? അതാണ് സ്പീക്കർ ഇത് പോലീസിന് കേസ് കൈമാറിയിരിക്കുകയാണ്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അഭിഷേക് ബാനർജിയോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞു. നോട്ടീസൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതൊരു വശത്ത് ആ പുലിവാലുകൾ അങ്ങനെ നടക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ഇതെല്ലാം പരിശോധിക്കും. പിന്നെ കാരണം കോടതിക്ക് വളരെ കൃത്യമായിട്ട് ഈ റിപ്പോർട്ടുകൾ കോടതിക്ക് വിളിച്ചു വരുത്താം. അതുപോലെ തന്നെ ഹൈക്കോടതിക്ക് അതിനുള്ള അധികാരമുണ്ട്. ഏത് നിയമസഭാ സ്പീക്കറായാലും കുറുമാറ്റ നിരോധന നിയമം മറികടന്നുകൊണ്ട് ഒരു 1/2 ഭാഗം MLA-മാർ ഒരുമിച്ച് നിന്നാൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. സ്പീക്കർക്ക് അത് അനുസരിക്കാനേ പറ്റുള്ളൂ. ഇവിടെ ഈ സ്പീക്കർ രവീന്ദ്ര ബോസ് ഋതുപ്രതയെ പ്രതിപക്ഷ നേതാവായിട്ട് വെറുതെ അംഗീകരിച്ചതല്ല. അദ്ദേഹത്തിൻ്റെ കൂടെ 59 MLA-മാരുണ്ട്. 60 ആണോ വലുത്, 20 ആണോ വലുത്? അപ്പോൾ അതൊരു വിഷയം.
പിന്നെ രണ്ട്, ഞാൻ പറഞ്ഞ പോലെ കോടതിക്ക് ഇങ്ങനൊരു കേസ്, കോടതി ഈ നാട്ടിലല്ലേ പ്രവർത്തിക്കുന്നത്, അല്ലാതെ ശൂന്യാകാശത്തൊന്നും അല്ലല്ലോ. അപ്പോൾ കോടതിക്ക് ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാം. ഇതിൻ്റെ പുറത്ത് കേസുണ്ടെന്നും ഇവരുടെ വ്യാജ ഒപ്പുകൾ ഇട്ടാണ് കൊടുത്തതെന്നും അതിൻ്റെ പേരിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയെ പിന്നെ പോലീസ് കേസെടുത്തിരിക്കുകയാണെന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണെന്നും ഒക്കെ പകൽ പോലെ വ്യക്തമാണ്. അപ്പോൾ പിന്നെ കോടതി എങ്ങനെ ഇതിന് സ്റ്റേ കൊടുക്കും? എന്തടിസ്ഥാനത്തിൽ? എന്തെങ്കിലും ഒരു ന്യായം വേണ്ടേ അതിനകത്ത് സ്റ്റേ കൊടുക്കാൻ? അപ്പോൾ മമത ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ പോയാലും സുപ്രീം കോടതിയിൽ പോയാലും ഈ കേസിന് സ്റ്റേ കിട്ടാൻ പോകുന്നില്ല. കാരണം കാര്യം വളരെ വ്യക്തമാണ്. ഇതിന് ഒരു കൗണ്ടർ കേസ്, അപ്പുറത്തൊരു ക്രിമിനൽ കേസ് നടക്കുന്നു. ഇതൊരു എന്താ പറയുക, ഋതബ്രത ബാനർജിയെ പ്രതിപക്ഷ നേതാവാക്കിയ സ്പീക്കറുടെ നടപടി എന്ന് പറയുന്നത് ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല. പക്ഷെ അപ്പുറത്ത് വ്യാജ ഒപ്പിട്ടു എന്ന് പറയുന്നത് ക്രിമിനൽ കുറ്റമാണ്. അപ്പോൾ ഇത് ആണ് അവിടുത്തെ വിഷയം. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് ഈ വിധി വന്നത് ഈ പശ്ചിമ ബംഗാൾ നിയമസഭയുടെ സമ്മേളനം ആരംഭിക്കുകയാണ്. അന്ന് തന്നെ ഈ വിധി വന്നത് മമതയ്ക്ക് മുഖത്ത് കിട്ടിയ ഒരു നല്ല അടിയായിട്ടാണ്. പ്രതിപക്ഷ നേതാവുണ്ട്, ഋതബ്രത ബാനർജിയാണ് പ്രതിപക്ഷ നേതാവ്. പക്ഷെ തൃണമൂലിന് പ്രതിപക്ഷ നേതാവില്ല. പ്രതിപക്ഷ നേതൃസ്ഥാനവും മമതയുടെ ഗ്രൂപ്പിനില്ല. ഇനി ഇത് യഥാർത്ഥ തൃണമൂൽ ഏതാണെന്ന് തീരുമാനിക്കണം. അത് ഋതബ്രതയുടെ കൂടെ ഉള്ളതാണോ അതോ മമതയുടെ കൂടെ ഉള്ളതാണോ എന്ന് ഇനി അത് നിയമസഭയിൽ സ്പീക്കർ തീരുമാനിക്കും. അതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതും ചോദ്യം ചെയ്ത് ഇവർ കോടതിയിൽ പോകും. എന്തായാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു വ്യക്തിയെ എങ്ങനെ പ്രതിപക്ഷ നേതാവാക്കും? അതാണ് മമത ചോദിക്കുന്ന ചോദ്യം. ഋതബ്രത ബാനർജിയെ പുറത്താക്കി. പാർട്ടിയും അതെ, പാർട്ടിയും നിയമസഭയായിട്ട് എന്ത് ബന്ധം? അവിടെ ഋതബ്രത ബാനർജി ഏത് പാർട്ടിയിലും പെട്ട ആളാകട്ടെ, അയാളെ കൂടെ 59 MLA-മാരുണ്ടോ, അയാളെ പ്രതിപക്ഷ നേതാവാക്കിയേ പറ്റൂ. അതാണ് പ്രതിപക്ഷ MLA-മാർ പറയുന്നത്. ഞങ്ങൾ ഇദ്ദേഹത്തിന്റെ കീഴിലാണ് നമ്മൾ സഭയിൽ ഇരിക്കാൻ പോകുന്നത്. മമത അതും കഴിഞ്ഞിട്ട് പറയാണ്, അങ്ങനെ ഞങ്ങൾ പുറത്താക്കിയ ഒരാളിനെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിക്കാൻ സ്പീക്കർക്ക് അധികാരമില്ല. പിന്നെ ആർക്കാ അധികാരം? 15 വർഷം മമതയ്ക്ക് ഒന്നും അറിഞ്ഞൂടാത്തതല്ല, അതാണ് അതിൻ്റെ രസം. അപ്പം ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടും തീർന്നില്ല. ഇത് കോടതിയിൽ ഉയർത്തിയ വാദം, ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ പ്രതിപക്ഷത്തുള്ളത് ആ പാർട്ടിയുടെ നേതൃത്വമാണ് പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കേണ്ടത്, അല്ലാതെ നിയമസഭാ കക്ഷിയിലെ ഒരു വിഭാഗമല്ല. സ്പീക്കറുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണ്, പാർട്ടി അച്ചടക്കത്തെ തകർക്കുന്നതാണ്. ഇതൊക്കെയാണ് TMCയുടെ വാദം. ഈ പാർട്ടിയും കേട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധി, ആ ജനപ്രതിനിധികൾ കൂടി ചേർന്ന് ഒരു തീരുമാനമെടുക്കുന്നു. അതിനെ വെല്ലുവിളിക്കാൻ എങ്ങനെ ഒരു പാർട്ടി നേതാവിന് കഴിയും? മമത ഒരു MLA പോലുമല്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പോഴത്തെ LDF-ന് 25 CPM MLA-മാരും 9 CPI-ക്കാരും ഉണ്ട്. ഈ CPI-ക്കാരങ്ങ് യോഗം ചെയ്യുന്നവർ ഞങ്ങളുടെ LDF-ന്റെ പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹമാണെന്ന് തീരുമാനമെടുത്താൽ അത് നടക്കുന്ന ആരെങ്കിലും മുന്നണിക്കും പാർട്ടിക്കും ഒന്നും നിയമസഭയുടെ ആ സാമാജിക ഒരു റോളും ഇല്ല. പാർട്ടിയൊക്കെ വെളിയിൽ അല്ലേ, മറ്റേ സിനിമ പറയുന്ന പോലെ KRP CRP ഒക്കെ പുറത്ത്, ട്രഷറി സ്പീക്കർ, ട്രഷറി ബെഞ്ച്, പിന്നെ പ്രതിപക്ഷം. കണക്ക് അതാണ് അതിന്റെ ബെഞ്ചാണ് മാമൂൽ. അതാണ് അത് അവിടെ ബ്ലോക്കുകളായിട്ടിരിക്കാം. അത് ഭരണപക്ഷത്ത് വേണമെങ്കിൽ പാർട്ടിക്കോടി പതാക പോലും കൊണ്ട് കയറാൻ ഒന്നും പാടില്ല. പ്രതിപക്ഷ വേണമെങ്കിലും ബ്ലോക്കായിട്ട് മമത നാടുവിടും അല്ലേ? ഇപ്പം മമത നാട് വിടുക അല്ല, മമതയ്ക്ക് നാട് വിട്ടിരിക്കുകയാണല്ലോ, ഡൽഹിയിലാണല്ലോ ഇപ്പൊ കൂടുതൽ. അവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? മമതയുടെ അതായത് വസ്തുതകളെല്ലാം പരിശോധിച്ചു പ്രാഥമിക വാദം കേട്ട കോടതി പറഞ്ഞു, ഈ സ്പീക്കറുടെ ഉത്തരവ് അടിയന്തരമായിട്ട് സ്റ്റേ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല, വീട്ടിൽ പോകുമ്പോൾ എന്ന് വെച്ചാൽ ഈ കേസും തള്ളും, ഈ ഹർജിയും തള്ളും. ഇത് വിശദമായിട്ട് വാദം കേട്ട് കഴിഞ്ഞാൽ ഈ ഹർജിയും തള്ളും. മമത രണ്ടാമതൊരു അടി കൂടി വാങ്ങിപ്പിടിക്കും. അത് കിട്ടുന്ന അടികൾ ഇങ്ങനെ തുടരെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എത്ര കേസുകളായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ പ്രവർത്തനങ്ങളിലെല്ലാം മുഖ്യമന്ത്രി ആയിരുന്നത് കൊണ്ട് മാത്രം മമത രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അഭിഷേക് ബാനർജി അടക്കമുള്ളവർ കേസിൽ പ്രതികളാണ്. ഇവരാരും രക്ഷപ്പെടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവർക്കെല്ലാം പണി, കാരണം BJP വളരെ കൃത്യമായിട്ട് ഇവരെല്ലാം പൂട്ടും. ഇവരെ കായികമായിട്ട് ഉപദ്രവിച്ച് ആക്രമിച്ച് അതല്ല അതിൻ്റെ വഴി. നിയമം കൊണ്ട് ആണ് BJP കളിക്കുന്നത്. ഇവിടെയും സ്പീക്കറും വളരെ കൃത്യമായിട്ട് നിയമസഭാ ചട്ടങ്ങളനുസരിച്ചാണ് നടപടിയെടുത്തിരിക്കുന്നത്. ഋതബ്രതയെ പ്രതിപക്ഷ നേതാവായിട്ട് തീരുമാനിച്ചതും അങ്ങനെയാണ്. അത് അവർ MLA-മാരെ ഹാജരാക്കി സ്പീക്കറുടെ മുന്നിൽ. ഈ 59 പേര് ഹാജരായത് കൊണ്ടാണ് അദ്ദേഹം ഋതബ്രതയെ പ്രതിപക്ഷ നേതാവായിട്ട് അംഗീകരിച്ചത്.
ഇല്ലായിരുന്നെങ്കിൽ അംഗീകരിക്കില്ലല്ലോ. ഇവർ കൊടുക്കുന്ന കത്തനുസരിച്ച് TMC MLA-മാരെല്ലാം ഒറ്റക്കെട്ടാണ്. MLA-മാർ ഒറ്റക്കെട്ടല്ലാത്തത് കൊണ്ടാണല്ലോ ശോഭൻ ദേവ് ചതോപാധ്യായക്ക് പുറത്തു പോകേണ്ടി വന്നത്. ഇല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാമായിരുന്നല്ലോ. അപ്പോൾ മമതയുടെ കച്ചവടം ഏതാണ്ട് പൂട്ടി, അത് വളരെ വ്യക്തമാണ്. ഇനി മേൽക്കോടതികളിലേക്ക് പോയാലും രക്ഷയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.